ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏഷ്യാനെറ്റ് 24 ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണം അനുസരിച്ചാണോ അവരെ വിലയിരുത്തേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിന്റെ പുറകെ പോയി. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബിഗ് ബോസ് താരമായിട്ടുള്ള ഹനാനും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചർച്ചയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് വരാം. എന്നാൽ പൊതുവെ ചില ആളുകൾ പറയുന്ന കേട്ടുള്ളൂ, അവള് അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടതാണ് ഇങ്ങനെ അക്രമം ഉണ്ടായത്. അപ്പൊ ആളുകളെ പ്രലോഭിപ്പിക്കുന്നതും ഒക്കെ വസ്ത്രധാരണമാണെന്ന് പറയുന്ന പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ ചില്ലറയല്ല. തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും, പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്. അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കയറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോൾ പുതിയൊരു താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെ കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ശ്രീദേവി ഇവിടെ ഇപ്പോ യഥാർത്ഥത്തില് അജിത്ത് പറഞ്ഞ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കാൻ വെല്ലുവിളി പോലെ എറിഞ്ഞിരിക്കുക. നമ്മുടെ ഓക്കെ, അപ്പൊ ഈ ഒരു ചർച്ച കണ്ട സമയത്ത്, ഈ ഒരു ചർച്ച ഞങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കക്ഷികളുടെ ഭാഗത്തും ന്യായമുണ്ട്. രണ്ട് കക്ഷികൾ പറയുന്ന ഭാഗത്തു നിന്നും നമുക്ക് യോജിക്കാൻ പറ്റാത്ത പല കാരണങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഹനാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി, അതായത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ചാടിക്കടിച്ച് എടുത്ത് ചാടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ഇത് തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞും തന്റെ ഭാഗം ജയിക്കണം, അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ആ ഒരു രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ ആൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തർക്കിച്ച് എന്റെ ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പം, ഞങ്ങൾ നോക്കുമ്പോൾ ആ ഡ്രസ്സിന് കുഴപ്പമുണ്ട്. ഓക്കെ, പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് അത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ ഡ്രസ്സിന് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ വലിയ മാറ്റവും വ്യത്യാസവും ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ആ കുട്ടിയുടെ ബാക്കി നമുക്കറിയാം, എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. പിന്നെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വ്യക്തിയെ വിലയിരുത്തുന്നത് അവരുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ ഒരു കാര്യം നമുക്ക് മുഴുവനായിട്ട് സമ്മതിച്ചു തരാനായിട്ട് പറ്റില്ല. ഒരാളുടെ ഡ്രസ്സാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിലല്ല, ശരിക്കും പറഞ്ഞ ഡ്രസ്സിലല്ല അവരെ വിലയിരുത്തേണ്ടത്, അവരെ സ്വഭാവത്തിലാണ്. ഈ മറ്റേ മാഷി പറഞ്ഞ കണക്കിന് ഒരാളെ കാണുമ്പോഴത്തേക്കും ആദ്യം ഡ്രസ്സ് കാണുമ്പോഴാണോ മോശമാണോ ഇല്ലാത്തതാണോ അറിയാൻ പറ്റുന്നത്. പക്ഷെ നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചു വരുന്നവരും അവരുടെ സ്വഭാവം മോശമായിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ ഏത് രീതിയിലാണ് ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? ചിലപ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നവരുടെ ഉള്ളിൽ മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും അവര്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും അവര്. നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ നല്ല വ്യക്തി ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നല്ല സംസ്കാരം ഉള്ള ഒരാളാവണമെന്നില്ല, നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന ആളാകണമെന്നില്ല. അതുകൊണ്ട് ഡ്രസ്സിങ്ങിലാണ് ഒരാളുടെ നല്ല സ്വഭാവം, അല്ലെങ്കിൽ ഡ്രസ്സിങ് കണ്ടിട്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരാളുടെ ഡ്രസ്സിങ് നമ്മുടെ ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള ഒരു കാഴ്ചയെ അത് ബാധിക്കുന്നുണ്ട്. അതില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവം ആ ഡ്രസ്സിങ് കൊണ്ട് അയാൾ മോശമാണ്, തീരെ തരം താഴ്ന്നതാണ്, അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ആ വ്യക്തി മോശമാണ്, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു ചർച്ചയിൽ ഹനാൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഈ വസ്ത്രത്തിൽ എന്താണ് കുഴപ്പം, ഈ വസ്ത്രത്തിൽ എന്താണ് കുഴപ്പം? ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ വസ്ത്രത്തിന് കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയാനായിട്ടുള്ളത്. വസ്ത്രധാരണമാണ് ഓരോ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ഒരു കാരണമാകുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. വസ്ത്രധാരണം, ആ കുട്ടി ആ ഒരു ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടാണ്, ആകർഷണം കൊണ്ട് പീഡനം അങ്ങനെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 6 വയസ്സ് 7 വയസ്സ് 10 വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് കൊണ്ടാണ് ഈ പീഡനം സംഭവിക്കുന്നത്? അതുപോലെ ആ 60 വയസ്സ് 70 വയസ്സ് ആ പ്രായമുള്ളവരൊക്കെ എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പീഡനത്തിന് ഇരയാകേണ്ടി വരും? അപ്പൊ പറയും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് പുറത്തിറങ്ങുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ടുമാണ്, ഇതൊക്കെ കണ്ടിട്ടാണ് അവരുടെ അടുത്ത് പോകാനായിട്ട് തോന്നുന്നത്, അങ്ങനെ ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ യാതൊരു വിധത്തിലും ന്യായമല്ല. എല്ലാവരുടെ കയ്യിലും ഇന്ന് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. എല്ലാവർക്കും എന്ത് ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇല്ലാതെ ഇല്ല. എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഈ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടും കൊണ്ട് വെളിയിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേനും ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ അടുത്തും പ്രായമാരുടെ അടുത്തൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് പറയുമ്പോൾ, അപ്പോൾ ഈ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പൊ കൊച്ചുകുട്ടികളുടെ കയ്യിൽ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയല്ലേ ആദ്യം നിർത്തേണ്ടത്. ഈ ചിന്തയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിദേശത്ത് കുറച്ചു കാലം പോയി കഴിയണമായിരുന്നു. അവിടെ നമ്മൾ ഈ ഗോവയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, പറയുന്നുണ്ട്. ഈ ഗോവയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടുത്തെ സ്ത്രീകൾ എന്തുമാത്രം ദിവസേന പീഡനം അനുഭവിക്കേണ്ടി വരേണ്ടവരാണല്ലോ കുഞ്ഞു കുട്ടികളായി. നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലൊക്കെ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പീഡനത്തിന്റെ ഇതൊക്കെ കൂടി വരുന്നത്? എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അങ്ങനെ കേൾക്കുന്നുള്ള ഒരു കാര്യമാണ്. അവരെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അവിടെ ന്യൂഡിറ്റി ഉള്ള ബീച്ചുണ്ട് അല്ലേ, ന്യൂഡായിട്ട് നടക്കുന്ന ബീച്ചുണ്ട്. അപ്പൊ ഈ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് അത് ആരാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? പുരുഷന്മാർ തന്നെയാണ് ആസ്വദിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ആസ്വദിക്കുന്ന പുരുഷന്മാരുള്ള ആ നാട്ടില് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്ന ആ ഒരു നാട്ടില് അല്ലെങ്കിൽ വിദേശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റും നിൽക്കുന്നിടത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു? അത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് പറയാം. സ്ത്രീകൾക്ക് ഇതുപോലെ പറയാൻ പറ്റും. എന്ത് ആൺകുട്ടികളെ ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, അപ്പൊ സ്ത്രീകൾക്ക് അവരെ പീഡിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടതല്ലേ? പിന്നൊരു കാര്യം, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ മാത്രമല്ല പീഡിപ്പിക്കുന്നത്, എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത്. നാൽക്കാലികളെ പീഡിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെന്ത് വസ്ത്രം ധരിച്ചിട്ടാ എന്ത് വസ്ത്രം ധരിച്ചിട്ടാ അല്ല ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടാ? അവരുടെ എന്ത് കണ്ടിട്ടാ അവരെ പീഡിപ്പിക്കുന്നത്? അവരെന്ത് എക്സ്പോസ് ചെയ്ത് നടന്നിട്ടാ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നത്? അതും കൂടി നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയാം. വസ്ത്രധാരണം ആ ഒരു വിഷയം പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദയാ സുജിത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ദയാ സുജിത്ത് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ താത്ത പറഞ്ഞിരുന്നു. പക്ഷേ ഈ താത്ത നല്ല രീതിക്കുള്ള അവരെ വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും, താത്ത എപ്പോഴും നല്ല രീതിക്കുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന ഓരോ വാക്കുകൾ, ആ വാക്കുകൾ അപ്പൊ അതെന്താണ്? അവരെ വസ്ത്രധാരണമാണോ പ്രശ്നം? അവരെ സംസാരമാണോ പ്രശ്നം?
വസ്ത്രം നല്ല രീതിക്ക് ധരിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്, അല്ലെ ഇവര് സംസാരം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്? ഇടി ഡ്രസ്സാണോ പ്രശ്നം, അവരെ സംസാരമാണോ പ്രശ്നം? മോശം അവര് ഡ്രസ്സിനെ വിമർശിച്ച് സംസാരിച്ചു, പക്ഷെ സംസാരിച്ച രീതി തെറ്റാണ്. പിന്നെ ആ കുട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായി പഠിച്ച ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഇട്ടതാണ്. അത് 4 വർഷം മുമ്പേ ഉള്ള പോസ്റ്റ്. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്. നമ്മൾ പുറത്തേക്ക് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതും ഇപ്പൊ നമ്മളൊരു ഫോട്ടോ പോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നമുക്കൊന്നും ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. നമുക്ക് വേണ്ടതല്ല അതിൻ്റെ അകത്തുണ്ട്. ആണുങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഒരാളുടെ ഒരു ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഇളകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അത് പറയേണ്ട രീതിയിൽ പറയണമായിരുന്നു. ഈ ഡ്രസ്സ് ഡെയിലി നമ്മൾ റോഡിട്ട് പോകുന്നതും ഡെയിലി ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഡെയിലി പബ്ലിക്കിലേക്ക് പലതരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് വേറെ ആയിരിക്കും. പക്ഷെ ഇവർ കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ വസ്ത്രധാരണം, അങ്ങനത്തെ രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്തിട്ട് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വസ്ത്രധാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം മുഖം മുഴുവൻ മൂടിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ഒരു പുരുഷൻ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ വസ്ത്രം എന്താ ഫുൾ അങ്ങ് കവർ ചെയ്തിട്ടാ ആ ആള് ഒരു തോന്നിയ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തത് പ്രശ്നമില്ല, അയാളുടെ വസ്ത്രധാരണം നല്ലതല്ലേ എന്ന് നമ്മൾ പറയൂലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും